ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ശൈഖുന ഉസ്താദുകളെ, മറ്റു ഉസ്താദുമാരെ, അധ്യക്ഷരെ, പ്രിയമുള്ള സഹപാഠികളെ, ഉമ്മപെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും കഥ പറയുമ്പോൾ എനിക്കും തോന്നി ഒരു കഥ പറയാൻ, അതുകൊണ്ട് പറയുക കേട്ടോ. നാം തുടങ്ങട്ടെ. ഒരിക്കലേ ഒരു കുട്ടി ഒരു പുഴയുടെ അരികിലൂടെ നടന്നു പോവുകയാട്ടോ. അപ്പോ ഇല്ലേ, കുറച്ചു സമയം കഴിഞ്ഞപ്പോ ആ കുട്ടി ആ പുഴയിൽ നിന്നും ഉളൂ ചെയ്ത് നിസ്കാരപ്പടം വിളിച്ച് നിസ്കരിച്ചോ. എന്നിട്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഖുർആനെടുത്ത് പാരായണം ചെയ്തു. ഇതൊക്കെ ഒരു പണ്ഡിതൻ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ആ പണ്ഡിതൻ കുട്ടിയുടെ അരികിലേക്ക് ചെന്നപ്പോൾ ആ കുട്ടി ഖുർആൻ പിടിച്ച് കരയുകയാട്ടോ. ആ പണ്ഡിതൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെന്തിനാ കരയുന്നേ? ആ കുട്ടി പറഞ്ഞു, ഖുർആനെ ചിന്തിച്ച് കരയുക. അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു, ഓ എന്താ അതിശയം, നാമാണെങ്കിൽ എന്താ ഹാല്? ആ പണ്ഡിതൻ കുട്ടിയോട് ചോദിച്ചു, മോൻ ഏതായ തോർത്തിട്ടാ കരയുന്നത്? ആ കുട്ടി പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും മിന്നാർ. എന്നിട്ട് ആ കുട്ടി പണ്ഡിതന്റെ മുഖത്തേക്ക് നോക്കി. ആ കുട്ടി പറഞ്ഞു, നരകത്തിൽ വലിയ വിറകുകളായി ഉപയോഗിക്കുക വലിയ മനുഷ്യന്മാരല്ലേ, അപ്പോൾ ചെറിയ വിറകുകളായി ഉപയോഗിക്കുക നമ്മളെ പോലത്തെ പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ ഉസ്താദേ? ഇത് കേട്ട് ആ പണ്ഡിതൻ ആ കുട്ടിയുടെ മുന്നിൽ തലകുനിച്ചു. കൂട്ടുകാരെ, നമ്മൾ നമ്മളുടെ മക്കൾക്ക് ഇതുപോലുള്ള കഥകൾ എപ്പോഴെങ്കിലും പറഞ്ഞു കൊടുക്കണം, എന്നാലേ അവർ നല്ല മാർഗത്തിലേക്ക് ചലിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.